ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ആസിഫ് അലി രമേശ് നാരായണൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് നാരായണനെതിരെയാണ് ആളുകളും ഭൂരിഭാഗവും തിരിഞ്ഞിരിക്കുന്നത്. ആസിഫ് അലിക്ക് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഒരു 43 മിനിറ്റ് മുമ്പ് നമ്മുടെ രമേശ് നാരായണന്റെ ഒരു ഇന്റർവ്യൂ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് മറ്റുള്ള ഈ MT സാറിന്റെ ഈ ആന്തോളജി ഫിലിമില് ഒരു സിനിമയിൽ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് ജയരാജിന്റെ സിനിമയിലാണ് അദ്ദേഹം മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മൊമെന്റോ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മറ്റുള്ള സിനിമാ ഡയറക്ടേഴ്സിന്റെ ഊഴം വരുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രഞ്ജിത്ത് സാറിന്റെ മൂവിയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ ക്രൂവിനെ വിളിക്കുന്നു, കൂട്ടത്തിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നു. അവർക്കെല്ലാം ആ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ മൊമെന്റോ കൊടുക്കുന്നു. പക്ഷേ ജയരാജിന്റെ സിനിമയുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടറായ രമേശ് നാരായണൻ സാറിനെ ആ ഒരു സ്റ്റേജിലേക്ക് വിളിക്കുന്നില്ല. പകരം ബാക്കിയുള്ള ക്രൂവിനെയൊക്കെ വിളിച്ച് അവർ മൊമെന്റോ കൊടുത്ത് വിടുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് MT സാറിന്റെ മകളോട് എനിക്ക് ഇന്ന പോലെ ഒരു സ്ഥലത്തേക്ക് പോകണം, ഞാൻ ഇറങ്ങക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മൊമെന്റോ കിട്ടിയിട്ടില്ല, ആ മൊമെന്റോ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതും MT സാറിന്റെ മകൾ അറിയുന്നതും. ആ ഒരു സാഹചര്യത്തിൽ MT സാറിന്റെ മകളാണ് സ്റ്റേജിൽ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അപ്പോഴാണ് പെട്ടെന്നൊരു മൊമെന്റോ ദാനം എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ അവിടെ ജനറേറ്റ് ആയത്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് മൊമെന്റോ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് അദ്ദേഹത്തിന് മൊമെന്റോ കൊടുക്കാൻ വന്ന ആസിഫ് അലിയെ അദ്ദേഹം തള്ളിക്കളയുകയും ശേഷം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്ത സിനിമയുടെ ഡയറക്ടറുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് മൊമെന്റോ വാങ്ങണമെന്ന ആഗ്രഹത്താൽ ആ മൊമെന്റോ അദ്ദേഹത്തിന് തിരികെ കൊടുത്തിട്ട് ജയരാജിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിൽ നിന്നും വീണ്ടും ഏറ്റുവാങ്ങുന്ന രീതിയിലുള്ള വിഷ്വൽസ് ആണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട. അതിനു മുമ്പ് നടന്ന കാര്യങ്ങളും ഒരു അദ്ദേഹത്തിനുണ്ടായ മാനസിക വിഷമവും നമ്മൾ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 40 മിനിറ്റ് മുമ്പ് ചാനലുകാർക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം, അതിനു മുമ്പ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. അപ്പോ ഞാൻ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. ഇതാണ് ആ പോസ്റ്റ്. എന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റുമാർ പറ്റില്ല, എന്നെ തല്ലാൻ അമരീഷ് പൂരി വരട്ടെ എന്ന ഒരു സരോജ് കുമാർ ഡയലോഗ് ഉണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിൽ. ആ ഡയലോഗ് റോഷൻ ആൻഡ്രോസ് തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരം ഒരു അനുഭവത്തിന് ആസിഫ് അലി ഇരയാകേണ്ടി വന്നു. സിനിമാ പശ്ചാത്തലമില്ലാതെ പരിമിതികൾ ഏറെ ഉണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകുന്നതല്ല ആ ചെറുപ്പക്കാരൻ. ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ ആ അല്പത്തരത്തെ ആസ്വദിച്ച് ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ സരോജിനെ പ്രോത്സാഹിപ്പിച്ച് പച്ചാളം ബാസിക്കൊരു വെല്ലുവിളിയാണ് ആസിഫ് അലിയോടൊപ്പം. ഇത്രയുമാണ് ആ പോസ്റ്റ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പോസ്റ്റ് നമ്മൾ കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ശരിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലി എന്ന നടനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ കൂടിയും രമേശ് നാരായണൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ എന്തുകൊണ്ട് ആ ഒരു രീതിയിൽ പെരുമാറി അദ്ദേഹത്തെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യം എന്താണെന്ന് കൂടി നമ്മൾ അറിയാനും അത് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് ഒരാ രണ്ടു പേർക്കിടയിലെ കോൺഫ്ലിക്റ്റ് നമ്മൾ ഒരാളെ മാത്രം ക്രൂശിക്കുന്നത് ശരിയല്ല. അപ്പൊ അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം വേണോന്ന് വെച്ചിട്ടോ മനഃപൂർവ്വമോ ചെയ്തതല്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു മൈൻഡ് ആ ഒരു രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ്. അത് എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, മറ്റുള്ള ആന്തോളജി സിനിമയില് മറ്റുള്ള ഡയറക്ടേഴ്സ് അവരുടെ ക്രൂവിനെയും അവരുടെ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും സ്റ്റേജിൽ വിളിച്ച് മൊമെന്റോ കൊടുത്ത സാഹചര്യത്തിൽ
ജയരാജന്റെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിക്കുകയോ മൊമെന്റോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നില്ല. അദ്ദേഹം ഇരിക്കുന്നിടത്താണ് കൊണ്ടുവന്ന് അദ്ദേഹം പോകാൻ ഇറങ്ങുന്ന സമയത്ത് പോകുവാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ആ ഒരു മൊമെന്റ് കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കൈ കൂട്ടിയടിക്കുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. ഒരു കൈ മാത്രം അടിച്ചാൽ ശബ്ദമുണ്ടാകില്ല. അപ്പോൾ അവിടെ ആ ഒരു പരിപാടി നടത്തിയ സംഘാടകരുടെ ഭാഗത്തും തെറ്റുകളുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു പ്രവൃത്തിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചതും അല്ലെങ്കിൽ അവരാ ചെയ്ത പ്രവൃത്തി മൂലമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അദ്ദേഹത്തെ പോലൊരു വലിയൊരു മ്യൂസിക് ഡയറക്ടറെ ഇത്രയും വലിയൊരു വിവാദത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തത്. നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായി എടുത്ത് അതിനെ പഠിച്ച ശേഷം മാത്രം ഒരാളെ ക്രൂശിക്കാൻ ഇറങ്ങുക എന്നതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ.